നമ്മുടെ രാജ്യത്തിന്റെ രാജ്യസ്നേഹം നമ്മുടെ അടുത്ത് ഇങ്ങനെ കയറ്റുണ്ട്. രാജ്യസ്നേഹം പഠിക്കാൻ നമുക്ക് രാജ്യസ്നേഹത്തിനോട് സ്നേഹം ഉണ്ടാവാൻ നമുക്ക് ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയേണ്ടതുമില്ല. ഇത് വല്ലതും പറഞ്ഞിട്ടാണ് കൊച്ചിലെ നമ്മളെ പഴയ കാലത്തുള്ള ജവാന്മാരൊക്കെ യുദ്ധത്തിന് പോയത്. ഈ നമ്മളെ ലക്ഷക്കണക്കിന് പേര് നമ്മുടെ സേനാവിന്യാസത്തിൽ ജോലി ചെയ്യണത്, അവരൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബോർഡർ കാക്കണത്, എയർഫോഴ്സ് ചെയ്യണത്, അങ്ങനെ നമുക്കൊരു നിശ്ചിത കാര്യങ്ങൾ കാണിച്ചു കൊണ്ടുള്ളതല്ല. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് 75 വർഷമായിട്ട് ഓരോ തലമുറയും മാറി മാറി വന്നിട്ട് കഷ്ടപ്പെട്ടെത്തി നിൽക്കുകയാണ്. 75 വർഷത്തെ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും പല കാര്യത്തിൽ നിന്നും പഴയത് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദുരന്തർ ഇങ്ങനെ കറക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് വയ്ക്കുന്നത്, ദുരന്തറിന്റെ അർത്ഥം പവർഫുൾ എന്നാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിച്ച വമ്പൻ ദുരന്തമായി മാറും അടുത്ത തലമുറയുടെ, അതിൻ്റെ അടുത്ത തലമുറയുടെ ജീവിതം. ഇത് ഒന്ന്. രണ്ടാമത്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കിനി ഒരിടത്ത് ജീവിതത്തിൽ സേഫ്റ്റി ഇല്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളെ കൊല്ലാൻ കരുതി അവിടെ നിന്നും ആൾ വിടണ്ട. ലേസർ രശ്മികൾ ഉപയോഗിച്ച് കൊല്ലാം. അതിന് തന്നെ അത് അത്യാവശ്യം 50 കിലോമീറ്ററോളം വരെ എത്ര ലെവലിലെത്തും ഇട്ടത്. സാറ്റലൈറ്റ് വഴി ഹീറ്റിംഗ് കൊണ്ട് കൊല്ലാം. ടെക്നിക്കലായിട്ട് നിങ്ങളുടെ ബോഡിയിൽ നാനോ ചിപ്പുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് അറിയപ്പെടുത്തിട്ട് ആ ലെവലിൽ നിങ്ങളെ തട്ടാം. അതായത് നിങ്ങൾക്ക് അത്രയ്ക്കാണ് നമ്മുടെ സയൻസ് ഒക്കെ വളർന്ന് ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ, രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കുട്ടികളും അടുത്ത തലമുറയും വളർന്ന് നല്ല മൈൻഡോടെ വളർന്നില്ലെങ്കിൽ വരാൻ പോണത് വമ്പൻ ദുരന്തം തന്നെയായിരിക്കും. വമ്പൻ ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതാണ് ഞാൻ പ്രേക്ഷകർത്തോട് ശ്രദ്ധിക്കുക. ദുരന്തർ പാർട്ട് 1 സിനിമ കണ്ടു. അമേസിങ് സിനിമയാണത്. നല്ല എക്സലന്റ് ഫിലിമാണ്. ആദിത്യ ധാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 2019 സർജിക്കൽ സ്ട്രൈക്ക് സിനിമ ചെയ്തതായിട്ട് കാണുന്നു. ഞാൻ സർജിക്കൽ സ്ട്രൈക്ക് സിനിമ കണ്ടില്ല. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവരെ സമ്മതിക്കണം. ജിയോ സ്റ്റുഡിയോയും 6 സ്റ്റുഡിയോയും ഒപ്പം ജ്യോതിദേവ് പാണ്ഡ്യൻ ചേർന്നാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒപ്പം ആദിത്യ ധാർ, ലോകേഷ്, ഇവരൊക്കെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ പടത്തിന്റെ നിർമ്മാണം. വലിയ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. 250 to 500 crore ഇതിന്റെ എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് 2 പടത്തിന് വന്നിരിക്കുന്നത്. പക്ഷെ അൺബിലീവബിൾ ആയിട്ട് പടം പൈസ വാരാണ്. ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് രൺബീർ സിംഗും, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ മാധവൻ, സാറ അർജുൻ, രകേഷ് ബേദി, ഗൗരവ്, ഡാനിഷ്, ഇങ്ങനെ തുടർന്ന് പോകണതാണ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ് കറാച്ചിയിൽ ഉള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ത്യയുടെ ടെക്നിക്കൽ ഫോഴ്സിന്റെ പവറുമാണ് ഈ പടം കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ